ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ചെമ്മീൻ, ഒരു കാക്കിലോ വരെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 വലിയ തക്കാളി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളിയും, പിന്നെ 6 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിന്. കുറച്ച് കറിവേപ്പില. ഇതെന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തതാണ്. ചെറുനാരങ്ങ നീരിൽ അത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അതാണ് ചേർക്കുന്നത്. വേറെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് വറുത്ത് വരാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ മതി. കുറച്ച് 1/4 ടീസ്പൂണിലും കുറവായിട്ട് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടുന്നുണ്ട് ഈ സമയത്ത്. ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളിയെല്ലാം അരച്ചത്, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയെല്ലാം അങ്ങനെ അരച്ച് ചേർത്തത് ഇവിടെ കുറച്ചുള്ളത് കൊണ്ട് ഇഞ്ചിയൊന്നും ഇട്ട് ചേർക്കുന്നില്ല. ഉള്ളി ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് കുറച്ചിട്ട് പൊടികളും ചേർക്കുന്നുണ്ട്. എരിവിനുള്ള മുളക് പൊടി, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. നമുക്ക് മുറിച്ച് വെച്ച തക്കാളിയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. തീ കൂട്ടി കൊടുക്കാം. തീ കൂട്ടി ഇളക്കി കൊടുക്കാം. തക്കാളി ഒരു 3-4 മിനിറ്റ് വഴറ്റി കൊടുക്കുകയാണ്. കുറച്ച് വെള്ളമൊഴിച്ച് അടച്ച് വേവിച്ചെടുക്കാം. തക്കാളിക്ക് പുളി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ പുളി അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നില്ല. വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിക്കാം. കുറച്ച് വെള്ളമൊഴിച്ചു. ഇനി അടച്ചിട്ട് വേവിച്ചെടുക്കാം. നന്നായി വേവട്ടെ. അത് വേവുന്ന സമയം കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. തേങ്ങ അരച്ചെടുത്തിട്ട് തേങ്ങയുടെ കൂടെ ഇത്രയും ജീരകം ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. തക്കാളി നന്നായി വെന്തിട്ടും കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീനും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് ചെമ്മീൻ പുളിക്ക് വേണ്ടിയിട്ട് കുടംപുളി ചേർക്കാം, പുളി ചേർക്കാം. മാങ്ങയാണ് ചെമ്മീൻ ഏറ്റവും ടേസ്റ്റ്. പിന്നെ സവാള കൂടുതൽ ചേർത്താൽ മതിർക്കും, അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറുത് ചേർത്തിന്. തിളപ്പിച്ചെടുക്കാം. തിളക്കുന്ന തക്കാളിയിൽ ചെമ്മീനിട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. എല്ലാം കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തേങ്ങ അരച്ചത് ചേർത്തിട്ട് കറി തിളക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല കുറുകിയ കറിയാണ്. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിപ്പം ഇത്രയും വെള്ളം ഒഴിക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും പുളിയെല്ലാം ഉണ്ട്. തക്കാളിൻ്റെ പുളി തന്നെ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മരപ്പുളി തീരെ ഒഴിച്ചിട്ടില്ല. എല്ലാം തന്നെ പാകത്തിനുണ്ട്. നമ്മുടെ തക്കാളിക്കറി നമ്മളെ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി.